വഖഫിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. വഖഫ് ഇന്ന് മലയാളികൾക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു പദമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വഖഫിൻ്റെ ചരിത്രം എന്താണ്, നിലവിലുള്ള സാഹചര്യം എന്താണ്, ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കൊക്കെ പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്താണ്? നിരവധി റെഫറൻസുകളുടെ സഹായത്താലാണ് ഞാൻ ഈ വീഡിയോ നിർമ്മിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ആ റെഫറൻസുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് പരിശോധിച്ച് നോക്കാം. വഖഫിനെ കുറിച്ച് ഖുറാനിൽ എങ്ങും പ്രതിപാദിച്ചിട്ടില്ല. പക്ഷേ അതിനെക്കുറിച്ച് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചില സൂചനകളുണ്ട്. എൻ്റെ അറബി അല്പം വീക്കാണ്, അതുകൊണ്ട് തന്നെ ഉച്ചാരണത്തിലുണ്ടാകുന്ന പിശകുകൾ നിങ്ങൾ ദയവായി ഒന്ന് ക്ഷമിക്കുക. ഖുറാനിലെ സൂറ അൽ ഇമ്രാനിൽ പറയുന്നത് ദാനത്തെക്കുറിച്ചാണ്. നിങ്ങൾ ദാനം ചെയ്യുന്നത് ദൈവം പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കൊണ്ട് കഴിയാൻ സാധിക്കുന്നതൊക്കെ നിർധനരായിട്ടുള്ള ആളുകൾക്ക് ചെയ്തു കൊടുക്കുക. അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഹദീസുകളിൽ വഖഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി സംഭവങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. ചരിത്രത്തിലെ ആദ്യത്തെ വഖഫ് നടന്നത് ഹിജ്റയ്ക്ക് ശേഷമാണ്. ഹിജ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് നബിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും മെക്കയിൽ നിന്നും മദീനയിലേക്ക് നടത്തിയ ഒരു യാത്രയാണ്. അന്ന് മദീനയിൽ എത്തിച്ചേർന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന നിർധനരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് 600 ഈന്തപ്പഴങ്ങൾ കൊടുക്കുകയുണ്ടായി. അതാണ് ആദ്യത്തെ വഖഫ്. അതായത് സാധാരണക്കാർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത നിർധനരായിട്ടുള്ള വ്യക്തികൾക്ക് കൊടുക്കുന്ന ചാരിറ്റിയാണ് വഖഫ്. അത് മതപരമായിട്ടുള്ള ഒരു ചാരിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു ചാരിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ സഹായിക്കുന്ന ഒരു ചാരിറ്റി ആയിരിക്കാം. മറ്റൊരു വഖഫ് നടക്കുന്നത് രണ്ടാമത്തെ ഖലീഫയായി മാറിയ ഉമറിലൂടെയാണ്. അത് രണ്ടാമതായി നടന്ന ഒരു വഖഫ് എന്ന് പറയാൻ സാധിക്കുകയില്ല, എന്നാലും വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു വഖഫാണ്. ഉമറിന് അദ്ദേഹം ഖലീഫയാകുന്നതിനൊക്കെ ഒത്തിരി മുൻപ് കുറച്ച് സ്ഥലം കിട്ടുകയുണ്ടായി. ഖൈബറിലുള്ള സ്ഥലമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ആ സ്ഥലം കിട്ടിയതിന് ശേഷം അദ്ദേഹം മുഹമ്മദ് നബിയെ നേരിട്ട് പോയി കണ്ടു. ഇങ്ങനെ സ്ഥലം കിട്ടിയതിനെക്കുറിച്ച് മുഹമ്മദ് നബിയോട് അറിയിച്ചു. അതെന്താണ് ചെയ്യേണ്ടതെന്ന് നബിയോട് ചോദിക്കുകയായിരുന്നു അദ്ദേഹം. നബിയുടെ മറുപടി ഇപ്രകാരമാണ്: ആ സ്ഥലം ഒരിക്കലും കൈമറിഞ്ഞു പോകാനായിട്ട് അനുവദിക്കരുത്. അത് എന്നും നിങ്ങളുടേതായിട്ട് തന്നെ നിലനിൽക്കണം. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അത് നമുക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യവസായം ആരംഭിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അവിടെ നിന്ന് കിട്ടുന്ന ആദായം അത് ചാരിറ്റിക്ക് വേണ്ടി, ആളുകളെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. അത് വേണമെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കാം. അതായത് അതിൽ നിന്ന് കിട്ടുന്ന ആദായത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് വേണ്ടിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയോ ഉപയോഗിക്കാം. പക്ഷേ അതൊക്കെ ശരിയായിട്ടുള്ള കാരണങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. അല്ലാതെ തെറ്റായിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയും ആ പ്രോഫിറ്റ് ഉപയോഗിക്കാൻ പാടില്ല. മറ്റൊരു ഹദീസിൽ മുഹമ്മദ് നബി പറയുന്നത്, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവശേഷിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, അയാൾ ചെയ്തു വെച്ച ദാനകർമ്മങ്ങൾ. രണ്ടാമത്തത് അയാളുടെ അറിവ്. മൂന്നാമത്തത് ആ വ്യക്തിയുടെ മക്കൾ ആ വ്യക്തിക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനകളാണ്. ചുരുക്കത്തിൽ ഇസ്ലാമിക നിയമം അനുസരിച്ച്, അല്ലെങ്കിൽ ഇസ്ലാം മതം അനുസരിച്ച് അവർക്ക് ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് ഡൊണേഷൻ അല്ലെങ്കിൽ ചാരിറ്റി. പക്ഷേ എല്ലാവരും വഖഫ് ചെയ്യണമെന്ന് ഒരിടത്തും പറയുന്നില്ല. വഖഫ് ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ മാത്രം വഖഫ് ചെയ്താൽ മതി. പക്ഷേ ഒരിക്കൽ ഒരു വ്യക്തി വഖഫ് ചെയ്തു കഴിഞ്ഞാൽ, അയാളുടെ ഒരു പ്രോപ്പർട്ടി ഇപ്രകാരം ചാരിറ്റിക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് എന്നും വഖഫ് തന്നെ ആയിരിക്കും. അത് കൈമറിഞ്ഞു പോകുന്നതായിരിക്കുകയില്ല. ചരിത്രത്തിലെ രേഖപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ വഖഫ് സർട്ടിഫിക്കറ്റാക്കി മാറ്റിയിട്ടുള്ള ആദ്യത്തെ വഖഫ് AD 6-ാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ 7-ാം നൂറ്റാണ്ടിലോ ഉള്ളതാണ്. അതൊരു തർക്ക വിഷയമായിട്ട് ഇപ്പോഴും തുടരുകയാണ്. ഒട്ടോമൻ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ വഖഫ് സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യപ്പെടുന്നത്. 30,000-ത്തിലധികം വരുന്ന സർട്ടിഫിക്കറ്റുകൾ ആ കാലഘട്ടത്തിൽ ഇഷ്യൂ ചെയ്യപ്പെട്ടതായിട്ടാണ് ചരിത്രരേഖകൾ പരാമർശിക്കുന്നത്. ഇന്ത്യയിലും വളരെയധികം വർഷങ്ങൾക്ക് മുൻപ് തന്നെ വഖഫ് നടന്നിട്ടുണ്ട്. ചരിത്രത്തിലെ ഇന്ത്യയിലെ ആദ്യത്തെ വഖഫ് മുഹമ്മദ് ഗോറിയിലൂടെയാണ് നടന്നത്. 14-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം 2 ഗ്രാമങ്ങൾ മുൾട്ടാനിലുള്ള ഒരു മുസ്ലിം പള്ളിക്ക് ഡൊണേഷനായിട്ട് കൊടുക്കുകയുണ്ടായി. പിന്നീട് ഡൽഹി സുൽത്താനേറ്റിൻ്റെ കീഴിൽ ധാരാളമായി വഖഫുകൾ ആരംഭിക്കുകയായി. 1913-ലാണ് ഇന്ത്യയിൽ അതൊരു നിയമമായിട്ട് മാറുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയാണ് ആ കാലഘട്ടത്തിൽ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല.
പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 1954 അത് ഇന്ത്യയുടേതായിട്ടുള്ള ഒരു നിയമമാക്കി മാറ്റി എഴുതുകയും ചെയ്തു. പിന്നീട് ആ നിയമത്തിന് ഒരു അമെൻമെൻ്റ് ഉണ്ടാകുന്നത് 1995 നരസിംഹ റാവു ആണ് ആ കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിക്കുന്നത്. അന്നത്തെ ആ ഒരു അമെൻമെൻ്റ് അനുസരിച്ച് വഖഫാക്കി മാറ്റുന്ന ഒരു പ്രോപ്പർട്ടി അത് ഒരു കാരണവശാലും വിൽക്കാൻ സാധിക്കുകയില്ല. എന്നാൽ കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞ് 2013 മറ്റൊരു അമെൻമെൻറ്റ് കൊണ്ടുവരുന്നുണ്ട്. ഈ അമെൻമെൻറ്റ് കൊണ്ടുവരുന്നത് രണ്ടാം മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിലാണ്. ആ അമെൻമെൻ്റ് അനുസരിച്ച് വഖഫാക്കപ്പെട്ടിരിക്കുന്ന പ്രോപ്പർട്ടി ആരെങ്കിലും കൈവശപ്പെടുത്തുകയോ അല്ലെങ്കിൽ അത് വിൽക്കുകയോ ചെയ്യുന്നതാണെങ്കിൽ ഫൈൻ ഏർപ്പാടാക്കാൻ സാധിക്കുന്നതാണ്. പിന്നീട് 2024 അതായത് ഈ വർഷം രണ്ടാം നരേന്ദ്രമോദി സർക്കാരിലൂടെയും വലിയൊരു മാറ്റം കൊണ്ടുവരുന്നുണ്ട്. വളരെ വിശദമായിട്ട് നമുക്ക് ആ മാറ്റങ്ങളെക്കുറിച്ച് കൂടി സംസാരിക്കാം. അതിനു മുൻപ് ശരിക്കും എന്താണ് ഈ വഖഫ് എന്ന് മനസ്സിലാക്കാം. മലയാളികളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു വീട്. പക്ഷേ വീട് വെക്കാൻ നമ്മുടെ പക്കൽ ഒരു തുണ്ട് ഭൂമി പോലും ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ശ്രമങ്ങൾ ഭൂമി വാങ്ങിക്കുക എന്നതാണ്. വളരെയധികം പ്രയാസപ്പെട്ട് നമ്മൾ അതുവരെ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള പണമെല്ലാം ചെലവഴിച്ചിട്ടായിരിക്കും ആ ഭൂമി സ്വന്തമാക്കുന്നത്. ചിലപ്പോൾ ലോൺ കൂടി എടുത്തിട്ടായിരിക്കാം ആ ഭൂമി നമ്മൾ സ്വന്തമാക്കാൻ ശ്രമിക്കുക. അതിനുശേഷമാണ് നമ്മൾ വീട് പണിയാനായിട്ട് ആരംഭിക്കുക. പൂർണ്ണമായിട്ടും ഒരു വീട് പണിയാനായിട്ട് ലക്ഷക്കണക്കിന് പണം ചിലവഴിക്കേണ്ടി വരും. ഒരു ചെറിയ ഒരു ഇടത്തരം വീടാണെങ്കിൽ പോലും അതിന് നല്ല തുക ചിലവഴിക്കേണ്ടി വരും. നമ്മുടെ പക്കൽ സാധാരണക്കാരനായിട്ടുള്ള ഒരു മലയാളിയുടെ പക്കൽ അത്രയും പണമൊന്നും ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ലോണിലൂടെ തന്നെ ആയിരിക്കും വീട് പണിയും പൂർത്തീകരിക്കുന്നത്. അവിടെ താമസം ആരംഭിച്ച് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ഒരു അറിയിപ്പ് കിട്ടുന്നു. അതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു അറിയിപ്പ്. ഈ സ്ഥലം നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു സ്ഥലമല്ല, നമ്മൾ വില കൊടുത്ത് വാങ്ങിയിട്ടുള്ള സ്ഥലം തന്നെയാണ്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, എങ്കിൽ പോലും നമുക്ക് ഒരു അവകാശവുമില്ല. ആ വീട് വിട്ട് നമ്മൾ ഇറങ്ങേണ്ടി വരും. ഈ ഒരു സാഹചര്യമാണ് നിലവിൽ മുനമ്പത്തെ ജനങ്ങൾ നേരിടുന്നത്. എങ്ങനെയാണ് ഇത് ശരിക്കും വഖഫ് പ്രോപ്പർട്ടി ആകുന്നത്? വഖഫ് പ്രോപ്പർട്ടി ആകുന്ന ഘട്ടത്തിൽ അത് വഖഫ് ബോർഡിൻ്റെ പ്രോപ്പർട്ടിയായി മാറിക്കഴിഞ്ഞിരുന്നു. എന്നാൽ ഇതിൻ്റെ ഇടയിൽ വന്നുപെട്ട ചില ആളുകൾ, ആ ആളുകൾ നടത്തിയിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ചില പ്രവൃത്തികളാണ് ഇങ്ങനൊരു പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ നിയമങ്ങൾ തന്നെയാണ്. ആളുകൾക്ക് ഇത്രയും വലിയ ഒരു തിരിമറി ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ പ്രശ്നം സൃഷ്ടിക്കുന്നത് ആ ആളുകളല്ല. ആ ആളുകൾക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കാൻ സാധിക്കുന്ന വിള്ളലുകൾ നമ്മുടെ നിയമത്തിലുണ്ട്. ആ നിയമം നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്തതുകൊണ്ടാണ് മുനമ്പത്ത് ഇത്രയും വലിയ ഒരു പ്രശ്നമുണ്ടായിരിക്കുന്നത്. മുനമ്പത്തെ പ്രശ്നത്തിൻ്റെ ചരിത്രം ചികഞ്ഞു പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 120 വർഷം മുൻപായിരിക്കും നമ്മൾ എത്തിച്ചേരുക. ആ കാലഘട്ടത്തിൽ ധാരാളമായി ഗുജറാത്തികൾ നമ്മുടെ കേരളത്തിലേക്ക്, പ്രത്യേകിച്ചും എറണാകുളം മേഖലകളിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. അങ്ങനെ എത്തിച്ചേർന്ന ഒരു വ്യക്തിയാണ് അബ്ദുൾ സത്താർ സേഠ്. അദ്ദേഹത്തിന് 1902 തിരുവിതാംകൂർ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവ് 400 ഏക്കറിലധികം വരുന്ന ഒരു പ്രദേശം, അതായത് മുനമ്പം എന്ന് ഇന്ന് വിശേഷിപ്പിക്കുന്ന ആ പ്രദേശം ലീസിന് കൊടുത്തു. പിന്നീട് 1948 അദ്ദേഹത്തിൻ്റെ മകനായ സിദ്ദിഖ് സേട്ടുവിൻ്റെ കയ്യിലായി ഈ പ്രദേശം. 1950 അദ്ദേഹം ഈ പ്രദേശം, ആ 400-ലധികം വരുന്ന ഏക്കർ വരുന്ന ആ പ്രദേശം ഫറൂഖ് കോളേജിന് വഖഫ് ചെയ്തു. ഫറൂഖ് കോളേജിന് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വഖഫ് ചെയ്തിരിക്കുന്നത്. അതായത് അവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം, അവിടെ കൃഷി ചെയ്യാം, അല്ലെങ്കിൽ വ്യാവസായിക സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാം. അവിടെ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്, ആ പ്രോഫിറ്റ് പൂർണ്ണമായിട്ടും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കണം ഉപയോഗിക്കേണ്ടത്. പക്ഷേ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫറൂഖ് കോളേജിൻ്റെ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള അനാസ്ഥയാണ്. അവർ അതിൽ തന്നെ 100ഓളം ഏക്കർ ലീസിന് കൊടുത്തു. അത് പിന്നീട് വലിയ കേസും തർക്കവും ഒക്കെ ആയി. ഒടുവിൽ കോടതി ഇടപെട്ട് അത് പൂർണ്ണമായിട്ടും വഖഫ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശമാണെന്ന് ഉറപ്പുവരുത്തി. 1971 കോടതി ഇടപെടുന്നത്. എന്നാൽ അതിനുശേഷവും വലിയ രീതിയിലുള്ള കയ്യേറ്റങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. വലിയ ഭൂമാഫിയ തന്നെ കയ്യേറുന്നുണ്ട്, സാധാരണക്കാരായിട്ടുള്ള ആളുകളും കയ്യേറുന്നുണ്ട്. 1998 ഫറൂഖ് കോളേജ് ആ പ്രദേശത്തിൻ്റെ പവർ ഓഫ് അറ്റോർണി ഒരു വക്കീലായ MV പോളിന് കൊടുത്തു. പിന്നീട് MV പോളും ഫറൂഖ് കോളേജിൻ്റെ അതോറിറ്റിയും ആ സ്ഥലങ്ങൾ പല ആളുകൾക്കായിട്ട് വിൽക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഒരിക്കലും വിൽക്കാൻ പാടില്ലാത്ത സ്ഥലമാണ്, വിൽക്കാൻ ഉള്ള നിയമസാധ്യതയില്ലാത്ത പ്രദേശമാണ്.
പിന്നെ എങ്ങനെയാണ് അവർക്കത് വിൽക്കാൻ സാധിച്ചത്? വാങ്ങിച്ച ആളുകൾ എന്തായാലും അത് മനസ്സിലാക്കുമല്ലോ. അവർ മനസ്സിലാക്കാതിരിക്കാനായിട്ട് ഒന്നിലധികം മുന്നാധാരങ്ങൾ അവർ എഴുതിയുണ്ടാക്കി വ്യാജമായി. ഒരുപാട് മുന്നാധാരങ്ങൾ വന്നപ്പോൾ പുതുതായിട്ടുള്ള ആളുകൾക്ക് മുമ്പ് 50 വർഷങ്ങൾക്ക് മുൻപ് വഖഫ് ചെയ്തിട്ടുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി. നമ്മൾ ഒരു സ്ഥലത്തിൻ്റെ ആധാരം നമ്മുടെ പേരിലേക്ക് എഴുതുമ്പോൾ അവിടെ മുന്നാധാരമെല്ലാം ഉൾപ്പെടുത്തണം. എങ്കിൽ മാത്രമേ നിയമപരമായിട്ട് നമുക്കത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് മുന്നാധാരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ആദ്യമുണ്ടായിരുന്ന ആ വഖഫിൻ്റെ കാര്യം ഇവരാരും ശ്രദ്ധിക്കപ്പെടാതെ പോയി. അതുകൊണ്ട് തന്നെ വളരെ നിർധനരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കാതെ ആ സ്ഥലങ്ങളെല്ലാം അവരുടെ പേരിൽ എഴുതിയെടുത്തു. പക്ഷേ അതിന് ഒരു നിയമ സാധ്യതയും ഇല്ല എന്നതായിരുന്നു വാസ്തവം. ഇങ്ങനെ സ്ഥലം വാങ്ങിക്കൂട്ടിയ ആളുകൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മാത്രമല്ല. ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ചുളുവിലയ്ക്ക് വലിയ റിസോർട്ട് മാഫിയകളും സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടി. അത് പിന്നീട് വലിയൊരു പ്രശ്നമായിട്ട് മാറുമ്പോൾ കേരള സർക്കാരാണ് അവിടെ ഇടപെടുന്നത്. കേരള സർക്കാർ ഒരു കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷൻ പഠനങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ടും ആ പ്രദേശം മുഴുവനും വഖഫിൽ പെടുന്ന പ്രദേശമാണെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിൻ്റെ അധികാരം വഖഫ് ബോർഡിന് കൊടുക്കാനായിട്ട് അവർ തീരുമാനിച്ചു. വഖഫ് ബോർഡ് ഇതിൽ അന്വേഷണങ്ങൾ നടത്തി സ്ഥലം വീണ്ടെടുക്കാനുള്ള നിർദ്ദേശമാണ് കമ്മീഷൻ കൊടുത്തത്. വഖഫ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയുടെ അധികാരം വഖഫ് ബോർഡിനായിരിക്കും ഉണ്ടായിരിക്കുക. അത്തരത്തിൽ ഇന്ത്യയിൽ 32 വ്യത്യസ്തമായിട്ടുള്ള വഖഫ് ബോർഡുകളുണ്ട്. വഖഫ് ബോർഡിൻ്റെ ഉത്തരവാദിത്തമാണ് ഏതാവശ്യത്തിനാണോ ആ പ്രോപ്പർട്ടി വഖഫ് ചെയ്തിരിക്കുന്നത് അതേ ആവശ്യത്തിന് വേണ്ടി തന്നെ അവിടെ നിന്ന് കിട്ടുന്ന ലാഭവിഹിതം ഉപയോഗിക്കണം. അവിടെ ചിലപ്പോൾ കൃഷി ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാക്ടറി സ്ഥാപിക്കുമായിരിക്കും. പക്ഷേ അതിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനം ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി വേണം ഉപയോഗിക്കാൻ. കമ്മീഷൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് നിലവിൽ വഖഫ് ബോർഡ് ഈ പ്രദേശങ്ങളുടെ മേലുള്ള അധികാരം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ അവർ അവിടെയുള്ള ആളുകളെ, അവിടെ പണം കൊടുത്ത് ആ പ്രോപ്പർട്ടി വാങ്ങിച്ചിരിക്കുന്ന ആളുകളെ കുടിയൊഴിപ്പിക്കുമെന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു ഓർഡറും ഉണ്ടായിട്ടില്ല. പക്ഷേ ആ പ്രദേശങ്ങളൊക്കെ വഖഫിൻ്റേതാണ്. അത് എങ്ങനെയാണ് ഇനി അത് വഖഫിൻ്റേതാക്കി മാറ്റുക? അവിടെയുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായി തുടരുന്നത്. ശരിക്കും ഇവിടുത്തെ യഥാർത്ഥ കുറ്റവാളികളെന്ന് പറയുന്നത് വ്യാജരേഖ ഉണ്ടാക്കി ആ സ്ഥലങ്ങൾ മറിച്ചു വിറ്റിട്ടുള്ള ആളുകളാണ്. അവരിൽ നിന്നാണ് ഈ നഷ്ടം ശരിക്കും ഈടാക്കേണ്ടത്. അവർ വലിയ രീതിയിൽ തന്നെ പണം ആ ഘട്ടങ്ങളിൽ സമ്പാദിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളാണ് ഇനി വരേണ്ടത്. എന്നാൽ ആ ഡയറക്ഷനിൽ തന്നെ ഈ അന്വേഷണങ്ങൾ പോകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണ് ഇത്തരത്തിൽ വഖഫിൻ്റെ കീഴിലായിട്ട് നമ്മുടെ ഇന്ത്യയിൽ മാത്രമുള്ളത്. ഏകദേശം 1.2 ലക്ഷം കോടിയുടെ പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടികളൊക്കെ വഖഫ് ബോർഡിന് കൃത്യമായിട്ട് വിനിയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള മുസ്ലിംസിന് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസമായിരിക്കും ഉണ്ടാവുക. വിദ്യാഭ്യാസപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും അതുപോലെ അവരുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾക്കും ഒക്കെ സൊല്യൂഷൻ കണ്ടെത്താൻ ഇത് മാത്രം മതിയാകും. പക്ഷേ പറയും പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. മുനമ്പം പോലെ ഒരു ഊരാ കുരുക്കായിട്ടാണ് പല പ്രോപ്പർട്ടികളും നിലവിൽ തുടർന്നു പോകുന്നത്. അതിൽ പല സ്ഥലങ്ങളും കയ്യേറിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഗവൺമെൻറ് തന്നെയാണ്. സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും സ്ഥാപനങ്ങൾ അവിടെയുണ്ട്, റെയിൽവേയുടെ സ്ഥാപനങ്ങൾ അവിടെയുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഇനി വഖഫിൻ്റേതാക്കി മാറ്റാൻ സാധിക്കുക? ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനായിട്ട് വഖഫ് ട്രൈബ്യൂണലുണ്ട്. വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറയുമ്പോൾ എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത് വഖഫിൻ്റെ തന്നെ ഒരു ട്രൈബ്യൂണലാണെന്നാണ്. പക്ഷേ വഖഫിൻ്റേത് എന്ന് പറയാൻ സാധിക്കത്തില്ല. വഖഫിൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ട്രൈബ്യൂണൽ എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. ഇവിടെ പ്രധാനമായിട്ടും 3 അംഗങ്ങളാണ് ഉള്ളത്. അതിലെ ഒരു അംഗം ഏറ്റവും കുറഞ്ഞത് ഒരു ജില്ലാ ജഡ്ജിയോ ഒരു സെഷൻ കോർട്ടിലെ ജഡ്ജിയോ അല്ലെങ്കിൽ ഒരു സിവിൽ കോർട്ടിലോ ജഡ്ജിയോ ആയിരിക്കണം. രണ്ടാമത്തെ മെമ്പർ അത് സ്റ്റേറ്റിലെ ഒരു സിവിൽ സർവീസ് ഓഫീസർ ആയിരിക്കണം. മൂന്നാമത്തെ വ്യക്തി ഇസ്ലാമിക നിയമങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി ആയിരിക്കണം. പക്ഷേ 2024 വരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്ന വഖഫ് ആക്ട് അനുസരിച്ച് ഈ മൂന്നാമത്തെ അംഗത്തിന് അവിടെ പ്രാധാന്യമില്ല.
2 അംഗങ്ങൾ മാത്രമായിരിക്കും ഈ ട്രൈബ്യൂണലിൽ ഉണ്ടായിരിക്കുക. വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് 2024 ഈ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആളുകൾ ഉന്നയിക്കുന്നത്. എന്നാൽ അതിനെ ശരിയായ രീതിയിൽ കാണുന്ന ആളുകളുമുണ്ട്. എന്നാൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഒരുപോലെ തന്നെ ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം, കൃത്യമായിട്ടുള്ള രേഖയോടുകൂടി തന്നെ ആയിരിക്കണം ഒരു വസ്തു വഖഫാക്കി മാറ്റാൻ. പഴയ നിയമം അനുസരിച്ച് വാക്കാൽ ഒരു സ്ഥലം വഖഫാക്കി മാറ്റാൻ സാധിക്കും. ഒരു വ്യക്തി പറഞ്ഞാൽ മതി എൻ്റെ സ്ഥലം വഖഫാക്കാൻ, അപ്പോൾ അത് വഖഫായി മാറും, അതിനൊരു രേഖയുടെയും ആവശ്യമില്ല. പക്ഷേ പുതിയ നിയമം അനുസരിച്ച് കൃത്യമായിട്ടുള്ള രേഖ അവിടെ ഉണ്ടായിരിക്കണം. പഴയ നിയമം അനുസരിച്ച് ഒരു മുസ്ലിമിന് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും അവരുടെ പ്രോപ്പർട്ടി വഖഫാക്കി മാറ്റാൻ സാധിക്കും. പക്ഷേ മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു നിയമമായതുകൊണ്ട് തന്നെ മുസ്ലിംസിന് മാത്രമേ പുതിയ നിയമം അനുസരിച്ച് അവരുടെ പ്രോപ്പർട്ടി വഖഫാക്കാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ 5 വർഷമായിട്ട് ആ വ്യക്തി ഒരു മുസ്ലിം ആയിരിക്കണം, മുസ്ലിമിൻ്റെ ജീവിതം അനുസരിച്ചായിരിക്കണം അയാളുടെ ജീവിതചര്യകൾ പോകുന്നത്. 2024 മോദി സർക്കാരിൻ്റെ ആക്ടിനെ എതിർക്കുന്ന ആളുകൾ പ്രധാനമായിട്ടും പറയുന്നത് ഈ ആക്ട് വഖഫ് ബോർഡിൻ്റെ ശക്തി ശോഷിപ്പിക്കുമെന്നാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ കളക്ടറിനാണ് ഈ ഒരു ആക്ട് അധികാരം കൊടുക്കുന്നത്. സർക്കാരുമായിട്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് വഖഫ് ബോർഡിന്. കാരണം വഖഫ് ബോർഡിൻ്റെ കീഴിലുള്ള പല സ്ഥലങ്ങളും ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. ആ പ്രശ്നം സോൾവ് ചെയ്യാനുള്ള അധികാരം സർക്കാരിന് തന്നെയായി മാറുകയാണ്. കാരണം സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഓഫീസറായ കളക്ടറായിരിക്കും അവിടെ അന്വേഷണം നടത്തി ഒരു ഉത്തരവിലേക്ക് എത്തിച്ചേരുക. അത് സർക്കാരിനെ വലിയ രീതിയിൽ ശക്തിപ്പെടുത്തുകയും വഖഫ് ബോർഡിനെ ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. 2024 വഖഫ് ആക്ട് മോദി ഗവൺമെൻറ് ഹിന്ദുക്കളുടെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് കൊണ്ടുവന്നതാണെന്നും ഈ കൂട്ടർ അഭിപ്രായപ്പെടുന്നുണ്ട്. അത് ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന അമിത്ഷായുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. നവംബർ 20 ജാർഖണ്ഡിലെ ഇലക്ഷൻ. ആ ജാർഖണ്ഡിലെ ഇലക്ഷന് മുന്നോടിയായി ജാർഖണ്ഡിൽ വെച്ച് അമിത്ഷായുടെ ഭാഗത്തു നിന്നും ഒരു പ്രസ്താവന ഉണ്ടായി. വഖഫ് ബോർഡ് കർഷകരുടെ ഭൂമി തട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനൊരു പ്രസ്താവന ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ വഖഫ് ബോർഡിനെതിരെ തിരിയുന്നതാണ്. അതിനെതിരെ ആക്ട് കൊണ്ടുവരുന്ന ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതുമാണ്. പക്ഷേ ഈ ആക്ടിനെ നമുക്ക് ആ ഒരു രീതിയിൽ മാത്രം നോക്കിക്കാണാൻ സാധിക്കുകയില്ല. മുസ്ലിംസിനെ തന്നെ സഹായിക്കുന്ന രീതിയിലുള്ള പല നിയമങ്ങളും ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. ഒരു നിയമം അനുസരിച്ച് നമുക്ക് പാർഷ്യലായിട്ട് വസ്തു വഖഫ് ചെയ്യാനായിട്ട് സാധിക്കും. പൂർണ്ണമായിട്ടും ആ വസ്തു ഒരു ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കാതെ ഭാഗികമായിട്ട് കൊടുക്കാൻ സാധിക്കും. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹദീസ് അനുസരിച്ച്, ഇസ്ലാമിക നിയമം അനുസരിച്ച് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതേ കാര്യം തന്നെ മുഹമ്മദ് നബി ഉമറിനോട് പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ എല്ലായ്പ്പോഴും ഒരുപോലെ തന്നെ ആയിരിക്കുകയില്ല. ചിലപ്പോൾ ഒരു കാലഘട്ടത്തിൽ അവർക്ക് വലിയ രീതിയിലുള്ള പ്രതാപം ഉണ്ടായിരിക്കാം. എന്നാൽ കുറച്ച് ജനറേഷൻസ് കഴിയുമ്പോൾ സാമ്പത്തികമായിട്ട് അവർ തകർന്നടിഞ്ഞു എന്ന് വരാം. അതിനൊരു പോം വഴിയാണ് ഈ ഒരു ആക്ടിലൂടെ കൊണ്ടുവരുന്നത്. അതനുസരിച്ച് അവർ വഖഫ് ചെയ്യുന്ന പ്രോപ്പർട്ടിയുടെ ഒരു ഭാഗം, ഒരു ലാഭവിഹിതം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ആ വഖഫ് ചെയ്തിട്ടുള്ള വ്യക്തി മരണമടഞ്ഞാലും അയാളുടെ മക്കൾക്ക് ഈ ഒരു പ്രോഫിറ്റ് ഷെയർ കിട്ടും. ഇനിയിപ്പോൾ അയാളുടെ ആൺമക്കൾ ആരും ജീവനോടെ ഇല്ലെങ്കിൽ പോലും പെൺമക്കൾക്കോ അല്ലെങ്കിൽ അയാളുടെ വിധവയായിട്ടുള്ള ഭാര്യയ്ക്കോ ഇത് കിട്ടുമെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട് ഈ പുതിയ നിയമം. ചുരുക്കത്തിൽ 2024 ആക്ടിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. എന്നാൽ ശരിക്കും മുൻപത്തെ ആളുകളും മറ്റ് വഖഫ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രോപ്പർട്ടിയിലെ ആളുകളുമൊക്കെ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇതൊന്നുമല്ല. ഈ വഖഫ് ആക്റ്റുകളോ അല്ലെങ്കിൽ വഖഫ് എന്ന ഒരു സമ്പ്രദായവുമോ അല്ല. നമ്മുടെ നിയമത്തിലെ ചില വിള്ളലുകളാണ്. ആ വിള്ളലുകളിലൂടെ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്. ഞാൻ ഈ മുനമ്പത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, വ്യാജമായിട്ട് ഉണ്ടാക്കിയെടുത്ത മുന്നാധാരങ്ങളെക്കുറിച്ച്. അങ്ങനെ വ്യാജമായിട്ട് മുന്നാധാരം ഒന്നും ഉണ്ടാക്കിയെടുത്തില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വസ്തു മേടിക്കാൻ പോകുന്ന ആളുകൾക്കറിയാം ഇത് വഖഫ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആണെന്ന്. അപ്പോൾ അവർക്കത് മേടിക്കാതിരിക്കാം. എന്നാൽ നിയമവിരുദ്ധമായിട്ട് അങ്ങനെ മുന്നാധാരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. അതെങ്ങനെ സാധിക്കുന്നു എന്ന് നമുക്കറിയില്ല. അത് നമ്മുടെ ബ്യൂറോക്രസിയുടെ പ്രശ്നമാണ്. അല്ലെങ്കിൽ അങ്ങനെ മുന്നാധാരം ഉണ്ടാക്കുന്നതിനെതിരെയുള്ള നിയമങ്ങൾ ഇവിടെ ശരിക്കും ശക്തമായിട്ട് ഇല്ല എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ പോലീസുകാരും
മറ്റ് ബ്യൂറോക്രാറ്റുകളുമൊക്കെ അത് കണ്ണടയ്ക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടി വരുന്നത്. അഴിമതി തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇങ്ങനെ അഴിമതി നിൽക്കുമ്പോൾ വഖഫ് മാത്രമല്ല പ്രശ്നമായിട്ട് മാറുക, പല കാര്യങ്ങളിലും നമുക്ക് ഈ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അഴിമതിയാണ് ഇവിടെ നിന്നും ഒഴിവാക്കേണ്ടത്. അത് ഒഴിവാക്കിക്കഴിഞ്ഞാൽ വഖഫ് ഒരു പ്രശ്നമായി മാറുകയില്ല, ഇവിടെയുള്ള ഒരു കാര്യങ്ങളും പ്രശ്നമായി മാറുകയില്ല. പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് അഴിമതിയാണ്.